Hello students, welcome to this channel. Today we are going to discuss the topic about ratio test. അപ്പോൾ ഇൻഫിനിറ്റ് സീക്വൻസ് ആൻഡ് ഇൻഫിനിറ്റ് സീരീസ് എന്ന മൊഡ്യൂളിൽ ഇത് ഏഴാമത്തെ വീഡിയോ ആണ്. ഓൾറെഡി 6 പാർട്ട് ഓഫ് ദ വീഡിയോസ് ഹാസ് ബീൻ പബ്ലിഷ്ഡ്. ദിസ് ഇസ് ദ 7th പാർട്ട്. സോ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. ഈ റേഷ്യോ ടെസ്റ്റിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ കണ്ടീഷൻ എന്തായാലും പഠിച്ചേ പറ്റൂ. കമ്പാരിസൺ ടെസ്റ്റിനുള്ള കണ്ടീഷൻ പോലെ ലിമിറ്റ് കമ്പാരിസൺ ഒരു ടെസ്റ്റ് പോലെ റേഷ്യോ ടെസ്റ്റിനും പഠിക്കാം. സോ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ലെറ്റ് സമ്മേഷൻ ഓഫ് യു കെ അപ്പോൾ ഇതിൽ കെ വാല്യൂ വേരീസ് ഫ്രം 1 to infinity, 0 to infinity, എനി നമ്പേഴ്സ് വേണമെങ്കിലും വരാം. പക്ഷേ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ വിത്ത് എ സീരീസ് വിത്ത് എ പോസിറ്റീവ് ടേംസ് ആണ്. ലെറ്റ് സമ്മേഷൻ യു കെ ബി എ സീരീസ് വിത്ത് എ പോസിറ്റീവ് ടേംസ് ആൻഡ് സപ്പോസ് ദാറ്റ് rho is equal to limit k tends to infinity uk plus 1 divided by uk. If rho value is less than 1, നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന ആൻസർ എടുക്കുമ്പോൾ സംടൈംസ് വരുന്നത് ചിലപ്പോൾ 0 ആയിരിക്കാം, ചിലപ്പോൾ വരുന്ന ആൻസർ 1 ആയിരിക്കാം. എന്താണെങ്കിലും ശരി, 1 ആണോ അല്ലെങ്കിൽ 2 ആണോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. സപ്പോസ് നമുക്ക് വരുന്ന ആൻസർ എന്താണെങ്കിൽ, സപ്പോസ് റോ ഈക്വൽ ടു 1/2 ആണ് വരുന്നതെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ 1, therefore the series converges. If അതായത് if rho value is greater than 1 or rho is equal to infinity means plus infinity ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, then the series diverges. If rho is equal to 1, then the series may converge or may diverge. That means another test has to be tried. അതായത് rho equal to 1 ആണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ കൺവേർജിങ് ആവാം, ചിലപ്പോൾ ഡൈവേർജിങ് ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആവുന്നുണ്ട്. റേഷ്യോ ദ ടെസ്റ്റ് ഫെയിൽസ് ഹിയർ, which means that you have to try another test. അപ്പോൾ ചിലപ്പോൾ കമ്പാരിസൺ ടെസ്റ്റോ അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ റേഷ്യോ ടെസ്റ്റിൽ റോ വാല്യൂ കണ്ടെത്തുക. ഇഫ് റോ വാല്യൂ ഇസ് ലെസ് ദാൻ 1 കൺവേർജസ്, റോ ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഡൈവേർജസ്. ഇഫ് റോ ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നതെങ്കിൽ then you can try another method. Now we shall do some problems based on this topic. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് 1-2 പ്രോബ്ലംസ് കൂടി നോക്കാം. യൂസ് എ റേഷ്യോ ടെസ്റ്റ് ടു ഡിറ്റർമിൻ വെദർ ദ സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to infinity 1/k factorial. സോ ദാറ്റ് മീൻസ് ഇത് വരുന്ന ഫോർമാറ്റ് എന്താണ്? ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് സമ്മേഷൻ കെ വേരീസ് ഫ്രം 1 to infinity ഓഫ് യു കെ. അപ്പോൾ യു കെ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 1/k factorial. സോ ലെറ്റ് us assume that let uk equal to 1/k factorial and uk plus 1 is equal to 1/k plus 1 factorial. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. കാരണം ഇതിന് മാർക്കുണ്ട്, ഇതിനവർ ഈ ഒരു സ്റ്റെപ്പിന് മാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇതിനാണ് മാർക്ക്. So remember that when you write the steps properly. So by using ratio test, rho equal to formula limit k tends to infinity uk plus 1 by uk. So therefore limit k tends to infinity, what is uk plus 1, which is 1/k plus 1 factorial, and uk is 1/k factorial. So 1 divided by k plus 1 factorial divided by 1/k factorial. Now here one condition. അതായത് നമ്മുടെ ഇതിനകത്ത് വരുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ നമുക്ക് വി ക്യാൻ അപ്ലൈ എ ഫോർമുല സച്ച് ദാറ്റ് യു ക്യാൻ റീറൈറ്റ് ദിസ് ഫോർമുല ആസ് 1/k
k plus 1 factorial അതായത് എപ്പോഴും ഓർക്കുക n factorial is equal to n into n minus 1 factorial. ഇതാണ് നമുക്കറിയാവുന്നുള്ള ഒരു ഫോർമുല. അപ്പോൾ അതേപോലെ n plus 1 factorial is equal to n plus 1 into n factorial. Remember that. അപ്പോൾ k plus 1 factorial എങ്ങനെ എഴുതാം? It can be rewritten as k plus 1 into k factorial. You can rewrite this as k plus 1 into k factorial. Now here ഇവിടെ 1 by k plus 1 factorial 1 by k factorial. Take the reciprocal. Reciprocal എടുക്കുമ്പോൾ എങ്ങനെ വരും? Limit k tends to infinity of 1 by k plus 1 factorial into reciprocal of 1 by k factorial എന്ന് പറയുമ്പോൾ എന്താണ്? k factorial divided by 1. So now you can apply the formula, that is k factorial by k plus 1 factorial. Now limit k tends to infinity of k factorial divided by, now substitute this k plus 1 എങ്ങനെ എഴുതാം? k plus 1 into k factorial. So ഇവിടെ നമുക്ക് റീറൈറ്റ് ചെയ്യാം k plus 1 into k factorial. So that k factorial cancel ആവും. ബാക്കി വരുന്നത് 1 by k plus 1. Now apply the limit. Limit apply ചെയ്യുമ്പോൾ എന്താ വരിക? That is 1 by infinity plus 1. Infinity plus 1 എന്ന് പറയുമ്പോൾ എന്താണ്? Infinity തന്നെയാണ്. 1 by infinity, that is equal to 0, which is less than 1, which means that the row value is less than 1 here. So if row value is less than 1, we can say that the given series converges. Remember that the given series converges. So this is the first question. Now the second question is summation k varies from 1 to infinity. It is k by 2 raised to k. k divided by 2 raised to k. അതായത് this is in the form of summation k varies from 1 to infinity. It is uk. ഈ ഒരു ഫോർമാറ്റ് ആണല്ലോ, which means that let us take first, let uk equal to, അപ്പോൾ എന്താണ്? k divided by 2 raised to k. അപ്പോൾ യു കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെയെ കെ പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഓൺ റീപ്ലേസിങ് കെ ബിക്കംസ് കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു കെ പ്ലസ് 1. ബൈ യൂസിങ് റേഷ്യോ ടെസ്റ്റ് ലിമിറ്റ് റോ ഈക്വൽ ടു ഫോർമുല limit k tends to infinity uk plus 1 divided by uk. What is uk plus 1? It is k plus 1 by 2 raised to k plus 1 the whole divided by k by 2 raised to k. അപ്പോൾ ഇനി ഇതിനെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ you can write limit k tends to infinity k plus 1 by 2 raised to k plus 1 into the reciprocal of k by 2 raised to k എന്താണ്? 2 raised to k by k. So ഇതിൽ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഹൗ യു ക്യാൻ സിംപ്ലിഫൈ ദാറ്റ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് k plus 1 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു k plus 1 can be written as 2 raised to k into 2 raised to 1. എപ്പോഴും ഓർക്കുക a raised to m plus n can be rewritten as a raised to m into a raised to n. അപ്പോൾ ഇവിടെ 2 raised to k into 2 that into 2 raised to k by k. അപ്പോൾ 2 raised to k gets cancelled. ബാക്കി വരുന്നത് k plus 1 divided by 2k. Here denominator 2 is a constant. അത് പുറത്തെടുക്കുക. That is equal to 1 by 2 into k plus 1 divided by k. അപ്പോൾ now on applying the limit apply ചെയ്യുമ്പോൾ എന്താ വരിക? infinity plus 1 by infinity. That means infinity by infinity form, which is an indeterminate form. Indeterminate form ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും പവേഴ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു k നമുക്ക് പുറത്തെടുക്കാം. അന്നേരം k എടുക്കുമ്പോൾ 1 plus 1 by k എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കെയും ക്യാൻസൽ ചെയ്യാം. ഓൺ ക്യാൻസലിങ് യു വിൽ ഗെറ്റ്
1 by 2 into limit k tends to infinity 1 plus 1 by k, that is equal to 1 by 2 into 1 plus 1 by infinity. 1 by infinity is equal to 0. So 1 by 2 into 1 plus 0, that is 1 by 2, which is less than 1. Therefore, rho value is less than 1, which means that the given series converges. So if rho is less than 1, the given series converges. If rho is greater than 1, the given series diverges, or rho is equal to infinity also, the given series diverges. But if rho equal to 1, if the test fails, we have to try some another test. Now the next question is summation k varies from 1 to infinity k raised to k by k factorial. So this is a university question, very important question also. So limit, first of all, this is in the form of summation k varies from 1 to infinity of uk. So what is uk? ഇതെന്താണ്? കെ റൈസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ ഈ കെ പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ യു കെ പ്ലസ് 1 എന്താണ്? കെ പ്ലസ് 1 ദ ഹോൾ റൈസ് ടു കെക്ക് പകരം കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ കെക്ക് പകരം കെ പ്ലസ് 1 ഫാക്ടോറിയൽ. So already I told that k plus 1 factorial can be rewritten as k plus 1 into k factorial. ഇത് ഓർമ്മയിൽ വെച്ചിരിക്കുക. By using ratio test, rho equal to limit k tends to infinity uk plus 1 divided by uk, that is k plus 1 the whole raised to k plus 1. ഇത് അതേപടി എഴുതുക. എഴുതിയിട്ട് the whole divided by k raised to k by k factorial. ഇനി അതിനുശേഷം റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്കിവിടെ k plus 1 factorial എങ്ങനെ എഴുതാം? k plus 1 into k factorial. അപ്പോൾ ഇതിൽ k plus 1 the whole raised to k plus 1 എന്നത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? k plus 1 the whole raised to k into k plus 1 the whole raised to 1 അല്ലേ? a raised to ഇപ്പോൾ ഇങ്ങനെയാണ് a raised to k plus 1 ആണെങ്കിൽ a raised to k into a raised to 1, അതാണ് ഇവിടെ ഞാനും എഴുതിയിരിക്കുന്നത്. ഇനി k ഫാക്ടോറിയൽ ക്യാൻസൽ ആവുന്നുണ്ട്. ഒരു k plus 1 ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കി വരുന്നത് k plus 1 the whole raised to k by k raised to k. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? k plus 1 by k the whole raised to k ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ദ ഹോൾ റേസ് ടു ഇൻഫിനിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ വി ഹാവ്, that is limit k tends to infinity 1 plus 1 by k the whole raised to k. അപ്പോൾ k നമുക്കിതിൽ ക്യാൻസൽ ആവും. 1 plus 1 by k the whole raised to k. that means എപ്പോഴും ഇതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതായത് ഇതിൻ്റെ ഫോർമുല ലിമിറ്റ് k tends to infinity 1 plus 1 by k the whole raised to k ആണ് വരുന്നതെങ്കിൽ it is equal to the formula e. ഇതിൻ്റെ ഫോർമുല this is equal to e എന്നുള്ള ഈ ഒരു ഫോർമുല. ഇത് എപ്പോഴും ഓർത്തു വയ്ക്കുക. ഓർത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ഇ എന്ന് പറയുമ്പോൾ എന്താണ്? 2.718 which is greater than 1. therefore rho value is greater than 1. rho value is greater than 1, which means the given series diverges. Now one more question. Summation k varies from 3 to infinity 2k factorial divided by 4 raised to k. അപ്പോൾ യു കെ എന്താണ്? 2k factorial by 4 raised to k. യു കെ പ്ലസ് 1 എന്താണ്? 2 into k plus 1. കെയെ k plus 1 ആയിട്ട് റീപ്ലേസ്. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. 2k ഇതാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ 2k plus 1 എന്ന് എഴുതും. ഇറ്റ് ഈസ് റോങ്. അതായത് 2k ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? കെയെ k plus 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ 2 into k plus 1 ഇങ്ങനെ വേണം റീപ്ലേസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് 2 into k plus 2 ഇതാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ ഹിയർ 2 into k plus 2 factorial by 4 raised to k plus 1. അപ്പോൾ 4 raised to k plus 1 എങ്ങനെ എഴുതാം? 4 raised to k into 4. Now using ratio test formula, write it. then limit k tends to infinity uk plus 1, അതായത് ഈ ടേം ഫുള്ളും എഴുതുക.
4 raised to k plus 1 4 raised to k into 4 divided by uk. അപ്പോൾ 2k factorial by 4 raised to k. Now take the reciprocal. So 2k plus 2 factorial by 4 raised to k into 4 into 4 raised to k by 2k factorial. ഇതിൽ ക്യാൻസൽ ആവുന്നത് 4 raised to k ക്യാൻസൽ ആവും. ഇനി 2 raised to k plus 2 factorial. So there is a calculation. What is 2 raised to k plus 2? N factorial can be written as n into n minus 1 factorial. So now how will you replace 2k plus 2 factorial? Remember, എപ്പോഴും ഈ ഫോർമുല ഓർത്ത് വയ്ക്കാം. n factorial equal to n into n minus 1 factorial. അതേപോലെ തന്നെ n plus 1 factorial എന്താണ്? n plus 1 into n minus 1 n factorial, n plus 1 into n factorial. ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ n plus 2 ആണെങ്കിലോ n plus 2 factorial can be written as n plus 2 into n plus 1 into n factorial. So similarly 2k plus 2 factorial. അപ്പോൾ എങ്ങനെ എഴുതും? 2k plus 2 into 2k plus 1 into 2k factorial, like this. അപ്പോൾ നമുക്ക് 2k factorial ക്യാൻസൽ ആവുന്നുണ്ട്. ക്യാൻസൽ ആയി കഴിയുമ്പോൾ ബാക്കി വരുന്നത് നമ്മുടെ കയ്യിൽ വരുന്ന ആൻസർ ഇതിൽ 4 raised to k ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ 2k plus 2 by 2k plus 1 by 4 വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ന്യൂമറേറ്ററിൽ ഒരു k വരുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ k ടേംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ഈ 2k plus 2 ഡിവൈഡഡ് ബൈ സം കോൺസ്റ്റൻറ്റ്, അതായത് k ടേംസ് ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്, ദാറ്റ് ഡിവൈഡഡ് ബൈ കോൺസ്റ്റൻറ്റ് ടേം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അന്നേരം എന്താ വരിക? 2 ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു ഇൻഫിനിറ്റി പ്ലസ് 1 ബൈ 4. അതായത് ഇൻഫിനിറ്റി പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫിനിറ്റി. ഇവിടെയും ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ 4. ദാറ്റ് ഈസ് ദ വാല്യൂ ഈസ് ഇൻഫിനിറ്റി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദെയർഫോർ റോ വാല്യൂ, സി റോ ഈസ് ഈക്വൽ ടു infinity means row is greater than 1, the given series. If row value is greater than 1, the given series diverges. So hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.